നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ടൈംസ് നൗ മാറ്റേഴ്സ് അഭിപ്രായ സർവേ. എന്തായാലും ഈ സർവേയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമ്മൾ രാവിലെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഭരണപക്ഷ മുന്നണിയായ NDA 366 സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല INDA എന്ന പ്രതിപക്ഷ സഖ്യത്തിന് 104 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും സർവേ പറയുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് 73 സീറ്റുകൾ മാത്രമേ നേടൂ എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. NDAക്ക് 41.8% വോട്ടുകൾ ലഭിക്കുമെന്നും INDA എന്ന ബ്ലോക്കിന് വെറും 28.6% വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നുമാണ് പ്രവചനം. ഈ INDA എന്ന ബ്ലോക്കും NDA എന്ന ബ്ലോക്കും മാത്രമല്ല, മറിച്ച് ഇതിൽ രണ്ടിലും പെടാതെ നിൽക്കുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ മറ്റ് പാർട്ടികൾ 29.6% വോട്ട് വിഹിതം നേടും എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഈ സർവേയിൽ പറയുന്നുണ്ട്. INDA ബ്ലോക്ക് നേടുന്ന 28.6%, അതിനേക്കാളും ഉയർന്നു തന്നെ 29.6% ഈ മറ്റ് പാർട്ടികൾ നേടുമെന്ന് പറയുമ്പോൾ മറ്റ് പാർട്ടികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വഹിക്കാൻ പോകുന്ന പങ്ക് ചെറുതാവില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, INDAക്കൊപ്പമോ NDAക്കൊപ്പമോ നിൽക്കാതെ ഉള്ള ചില പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലുള്ള YSRCP, AIADMK, അതുപോലെ തന്നെ BRS, ഇനി ഒഡീഷയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ BJD ഉണ്ട്, ഉത്തർപ്രദേശിൽ BSP ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട്. ഇവരൊക്കെ പലവട്ടം അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ബ്ലോക്കിലേക്കായിരിക്കും പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരെയും പ്രത്യക്ഷമായി അവർ ആർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന YSRCP, YSR കോൺഗ്രസ് പാർട്ടി, അവർ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അടുപ്പിച്ച് തന്നെ നേരിടുന്നുണ്ട്. ആ YSRCP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. ഇനി ജനസേന പാർട്ടി, പവൻ കല്യാൺ നയിക്കുന്ന പാർട്ടി 6 സീറ്റുകളും, ബിജു ജനതാദൾ ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ പാർട്ടി 9 സീറ്റുകളും നേടുമെന്ന് കൂടി പറയുന്നുണ്ട്. ഈ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ചില ചെറിയ പാർട്ടികൾ, പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പാർട്ടികളുണ്ട്. ZPM, MNF അല്ലെങ്കിൽ NPP തുടങ്ങിയ പാർട്ടികളൊക്കെയും അവിടെ മുന്നേറ്റം ഉണ്ടാക്കിയേക്കാം എന്ന സൂചന ശക്തവുമാണ്. നമുക്കറിയാം, പലപ്പോഴും നോർത്ത് ഈസ്റ്റിൽ ഈ ദേശീയ പാർട്ടികളെക്കാളൊക്കെ അധികം അവിടെ പ്രാദേശിക പാർട്ടികൾ തന്നെയായിരിക്കും നേട്ടം കൊയ്യുക. ഇതിൽ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്തെന്നാൽ, ഈ നോർത്ത് ഈസ്റ്റിലുള്ള പാർട്ടികൾ BJPക്ക് എതിരാണ് തങ്ങൾ എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കേന്ദ്രത്തിൽ ആരാണോ ഭരണത്തിലുള്ളത് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രവണത അത് പതിറ്റാണ്ടുകളായി കാണിച്ചു വരുന്നുമുണ്ട്. ഇതിനർത്ഥം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA വേഴ്സസ് NDA എന്ന് മാത്രമല്ല നമ്മൾ വിലയിരുത്തേണ്ടത്, മറിച്ച് ചെറു പാർട്ടികൾക്കുള്ള പങ്ക് ചെറുതല്ല, അവർ നിർണായക പങ്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കും എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും INDA എന്ന പ്രതിപക്ഷ മുന്നണിയേക്കാൾ അധികം വോട്ടുകൾ ഈ ചെറു പാർട്ടികൾ, ഈ മറ്റു പാർട്ടികൾ സമാഹരിക്കും എന്നുള്ള സർവേ ഫലം കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇവർ എങ്ങോട്ട് ഇപ്പോൾ ചായുമെന്ന് ഇതിനു മുൻപ് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അത്ര കണ്ട് കുറച്ച് ഈ പ്രാദേശിക പാർട്ടികളെ കാണാനും സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.